ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. പ്രീതി, പ്രീതി, പ്രീതി. എന്താ കിരീട്ടാ? നീ പ്രതീക്ഷയോട് എന്താ പറഞ്ഞത്? ചോദിച്ചു കേട്ടില്ലേ? ഞങ്ങള് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. ഗിരീട്ടിനെ ഏതിനെ കുറിച്ചാ ചോദിക്കുന്നത്? പ്രീതി, നീ വെറുതെ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കരുത്. നീ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് സ്വന്തം കാര്യങ്ങൾ നടത്താൻ മിടിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ അമ്മൂനെ നിന്റെ കളികളിൽ കരുവാക്കാൻ ശ്രമിക്കരുത്. ഞാനത് ഒരിക്കലും ക്ഷമിക്കില്ല. ഒരു ചെറിയ കുട്ടിയെ ഞാൻ എന്റെ ലക്ഷ്യങ്ങൾ നേടാനായി ഞാൻ ഉപയോഗിക്കുന്ന ഗിരീട്ടിന് തോന്നുന്നുണ്ടോ? ഞാൻ അത്ര ചീപ്പാണെന്ന് ഗിരീട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? നീ അത്ര മാന്യായിട്ടാണോ മഞ്ജുവിനെ പറ്റി അമ്മൂനോട് അനാവശ്യം പറഞ്ഞത്? ഞാൻ ഒരു അനാവശ്യവും പറഞ്ഞിട്ടില്ല. ചില സത്യങ്ങൾ പറഞ്ഞു. അത് മഞ്ജുവിനും മഹിമയ്ക്കും അംഗീകരിക്കാൻ പറ്റാത്തോണ്ട് അവർക്കത് അനാവശ്യമായിട്ട് തോന്നിക്കാണും. മഞ്ജു എന്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയാണെന്നതാണോ നീ പറയുന്ന അനാവശ്യം? ഗിരിയേട്ടനും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ സത്യം അതാണ്. മഞ്ജു ഗിരിയേട്ടന്റെ കൂടെ ഒരു ജീവിതം വേണ്ടാന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഡിവോഴ്സ് വാങ്ങി ഒഴിവായി പോകുന്നതിന് പകരം വെറുതെ ഗിരിയേട്ടന് പ്രതീക്ഷ നൽകിക്കൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കുന്നതിന് പകരം ഒരു തീരുമാനം പറയുന്നതല്ലേ ന്യായം. ഗിരിയേട്ടൻ ചെയ്ത തെറ്റ് പൊറുക്കാൻ പറ്റില്ലെങ്കിൽ അത് മഞ്ജു വ്യക്തമാക്കട്ടെ. എന്നിട്ട് അന്തസ്സായി ഡിവോഴ്സ് വാങ്ങിപ്പോട്ടെ. ഗിരിയേട്ടന് പുതിയൊരു ജീവിതം തുടങ്ങാമല്ലോ. എനിക്ക് പുതിയ ജീവിതം തുടങ്ങണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോന്ന്? ഇല്ല. പിന്നെന്തിനാ നീ അമ്മൂനോട് അങ്ങനെ പറഞ്ഞത്? മഞ്ജുവിന്റെ തീരുമാനം എന്താണെന്നറിയാൻ എനിക്ക് ഒരു ധൃതിയുമില്ല. ജീവിതകാലം മുഴുവൻ അവൾ എനിക്ക് ഒരു ഉത്തരവും തരാതെ മുന്നോട്ട് പോയാലും എനിക്കൊരു വിരോധവും ഇല്ല. ഞാൻ അവൾക്ക് വേണ്ടി അവസാന ശ്വാസം വരെ കാത്തിരിക്കും. ഗിരിയേട്ടൻ അങ്ങനെ കാത്തിരിക്കുന്നതിൽ പ്രശ്നമില്ലായിരിക്കും. പക്ഷെ പ്രതീക്ഷയുടെ കാര്യം അങ്ങനല്ലല്ലോ. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു വ്യക്തതയില്ലാതെ അവള് വളരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഒരുമിച്ചാണോ അതോ വേർപിരിഞ്ഞോന്ന് പോലും പറയാൻ പറ്റാതെ മുന്നോട്ട് പോകുന്നത് അവളോട് കാണിക്കുന്ന ക്രൂരതയാ. അമ്മൂന്റെ അവസ്ഥയെക്കുറിച്ച് ഇത്രയും ചിന്തയുള്ള ആളാണോ അവളുടെ അച്ഛന് അവളുടെ അമ്മ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത്? അത് കേട്ടപ്പോ അവൾ എന്തുമാത്രം വിഷമിച്ചു കാണും. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ വിഷം ചീറ്റിയ നീയൊക്കെ ഒരു സ്ത്രീയാണോ? ഞാൻ അത്ര ദുഷ്ടയാണെങ്കിൽ ഗിരിയേട്ടൻ എന്നോട് എന്താ ചെയ്തതെന്ന് ഞാൻ അമ്മൂനോട് പറഞ്ഞേനെ. ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ പ്രതീക്ഷ ഗിരിയേട്ടന്റെ മുഖത്ത് പോലും നോക്കില്ലായിരുന്നു. പ്രീതി, ഇല്ല ഗിരിയേട്ടാ, ഞാൻ അങ്ങനെ ചെയ്യില്ല. കാരണം എനിക്ക് മനുഷ്യത്വമുണ്ട്. ഒരു മകളുടെ മുന്നിൽ അച്ഛന്റെ പ്രതിച്ഛായ തകർക്കരുതെന്നൊരു ചിന്ത എനിക്കുണ്ട്. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കുകയാണോ? നിനക്ക് പറയാനുള്ളതല്ല, നീ ആരോട് വേണമെങ്കിലും പോയി പറ. എനിക്ക് നിന്നെ പേടിയില്ല. അമ്മൂന് എന്നെ ഇഷ്ടമല്ല. അവളത് പലപ്പോഴും തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനുമില്ല. ഇങ്ങനെ ഗിരിയേട്ടനെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി എന്തിനാ ജീവിതം പാഴാക്കുന്നത്? നിന്നോട് പലവട്ടം പറഞ്ഞിട്ട് നിന്റെ തലേ കയറുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? മഞ്ജുവിനോട് എനിക്കുള്ളത് ആത്മാർത്ഥമായ സ്നേഹമാണ്. അവൾ എന്നെ തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് വേണ്ടി നീ ആവശ്യമില്ലാത്ത തീരുമാനങ്ങളൊന്നും എടുക്കാൻ നിൽക്കണ്ട. എനിക്ക് മഞ്ജുവിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ നേരിട്ട് പറഞ്ഞോളാം. നീ അവളോട് വേഗം ഒരു തീരുമാനം എടുക്കാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാണ്. മഞ്ജു ഒഴിവായി പോയാ നിന്നെ ഞാൻ സ്വീകരിക്കുമെന്ന് നീ സ്വയം വിശ്വസിക്കുന്നുണ്ടാവും. എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ. എന്റെ കൂടെ നീ ഒരു ജീവിതം സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ. എനിക്ക് നിന്നെ എന്നല്ല മറ്റൊരു സ്ത്രീയെയും മഞ്ജുവിന്റെ സ്ഥാനത്ത് കാണാൻ പറ്റില്ല. എന്നിട്ടാണോ ഗിരിയേട്ടൻ അന്ന് രാത്രി എന്നോട് കിടക്ക പങ്കിട്ടത്? എന്റെ ജീവിതം തകർത്തിട്ട് ഒരു കുറ്റബോധം ഇല്ലാതെ എന്നെ കൈയൊഴിയാൻ എങ്ങനെ സാധിക്കുന്നു? എനിക്ക് കുറ്റബോധം ഇല്ലെന്നാണോ നീ കരുതുന്നത്?
ആ നശിച്ച രാത്രിയെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കാത്തൊരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നിനക്ക് സ്വന്തം എന്ന് വിളിക്കാൻ ഒരു കുടുംബം പോലും ഉണ്ടായിരുന്നില്ല. എനിക്കുണ്ടായിരുന്ന കുടുംബം മുഴുവൻ ആ തെറ്റ് കാരണം തകർന്നില്ലാതെയായി. എന്റെ മോള് ജനിച്ചത് ഞാൻ അറിഞ്ഞില്ല. അവള് വളർന്ന് ഇത്രയും വലുതായത് ഞാൻ അറിഞ്ഞില്ല. അവളുടെ ഇത്രയും കാലത്തെ കുട്ടിക്കാലം എനിക്ക് നഷ്ടപ്പെട്ടു. ആ രാത്രി മദ്യലഹരിയിൽ എനിക്ക് ഓർമ്മ പോലും ഇല്ലാതെ ചെയ്തൊരു തെറ്റിന് ഞാൻ ഇത്രയും ശിക്ഷ അനുഭവിച്ച പോരെ? എന്റെ കുറ്റത്തിന് എന്റെ ഭാര്യയും മകളും അമ്മയെല്ലാം ശിക്ഷ അനുഭവിച്ചില്ലേ? ഇനിയും നിനക്ക് എന്നെ എന്റെ കുടുംബത്തെയും ദ്രോഹിച്ച് മതിയായില്ലേ? നന്നായിട്ടുണ്ട് ഗിരിയേട്ടാ. കഴിഞ്ഞ 5 വർഷമായി മരണത്തിന്റെ വക്കിൽ കിടക്കുന്ന അമ്മയെ ശുശ്രൂഷിച്ച് ജീവൻ നിലനിർത്താൻ ഞാൻ കഷ്ടപ്പെടുന്നത് ഗിരിയേട്ടൻ കണ്ടിട്ടില്ലേ? അതൊക്കെ ചെയ്യാൻ ഗിരിയേട്ടൻ എനിക്ക് കാശ് തന്നിരുന്നോ? ഇല്ലല്ലോ. ഗിരിയേട്ടനോടും ഈ കുടുംബത്തിനോടുള്ള സ്നേഹമായിരുന്നു അത്. ആ എന്നോട് ഏട്ടൻ ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കണം. ഗിരിയേട്ടനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ വില തിരിച്ചറിയാനുള്ള കഴിവില്ല. സാരമില്ല, ഞാനത് സഹിച്ചോളാം. ഗിരിയേട്ടന് ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി.